ബഹുമാനപ്പെട്ട UDFന്റെ പ്രതിനിധിയോടാണ്. ഇടുക്കിയിലെ കർഷകരുടെയും കൃഷിക്കാരുടെയും പ്രതിനിധിയായിട്ടാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. ഇദ്ദേഹം സ്പൈസസ് ബോർഡിന്റെ മെമ്പറായിരുന്ന സ്ഥാനം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുൻപേ രാജിവെക്കുകയുണ്ടായി. ഇതിലൂടെ ഇടുക്കിയിലെ കർഷകരെ ആകെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് UDFന് എന്താണ് പറയാനുള്ളത്? ഡീൻ കുര്യാക്കോസ് ഇടുക്കി പാർലമെന്റിലേക്ക് പോയത് ഇടുക്കിയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധിയായിട്ടാണെന്ന ബഹുമാനപ്പെട്ട സുഹൃത്തിൻ്റെ അഭിപ്രായം വളരെ ശരിയാണ്. അദ്ദേഹം ആ സ്ഥാനത്തോട് വളരെ മാന്യത കാണിച്ചിട്ടുണ്ട്. മാന്യത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിൽ നിലനിൽക്കണമായിരുന്നു. സ്ഥാനം നിലനിൽക്കാതെ സ്പൈസസ് ബോർഡിലെ അംഗത്വം അദ്ദേഹം 6 മാസം മുമ്പ് രാജിവെച്ചു. എന്തിനു വേണ്ടി? രാജിവെച്ചതിന് കാര്യമുണ്ട്. സ്പൈസസ് ബോർഡിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി ബോർഡ് മെമ്പർ അധികാരമാണ്. ഞാൻ സ്പൈസസ് ബോർഡ് മെമ്പർ ആയിരുന്നു. സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സ്പൈസസ് ബോർഡിനെ കേന്ദ്ര ഗവൺമെന്റ് നോക്കുകുത്തിയായി. കേന്ദ്ര ഗവൺമെന്റ് സ്പൈസസ് ബോർഡിന് ചെയർമാനില്ല, സ്പൈസസ് ബോർഡിന് സെക്രട്ടറി ഇല്ല. നോക്കുകുത്തിയായ ചോദ്യം, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. ട്രേഡ് യൂണിയൻ നേതാവാണെങ്കിൽ അത് കേന്ദ്ര പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം പരിധിയിലല്ല ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആഗസ്റ്റാർ ഇവിടെ പറഞ്ഞ സ്പൈസസ് ബോർഡ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല എന്ന രൂപത്തിൽ, പാർലമെൻറ്റ് മണ്ഡലം എന്ന രൂപത്തിൽ ഇവിടെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധിക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്പൈസസ് ബോർഡ് സ്ഥാനം. അത് 6 മാസത്തിനുള്ളിൽ 6 മാസം കഴിഞ്ഞ് രാജിവെച്ച് പോയ പല ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇടുക്കിയിലുണ്ടായിരുന്ന എല്ലാ സ്പൈസസ് ഓഫീസുകളും, ഇടുക്കി ജില്ലയിലുണ്ടായിരുന്ന എല്ലാ സ്പൈസസ് ഓഫീസുകളും ഡീൻ കുര്യാക്കോസ് MP ആയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും തമിഴ്നാട്ടിലേക്ക് പോയി. കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ സ്പൈസസ് ഓഫീസുകളും കേരളത്തിൽ നിന്ന് പോയി, പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് പോയി. ഇപ്പം ഇവിടെ ഒരു ഓഫീസും ഇല്ല. ഇദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. നമുക്ക് പ്രതിഷേധിക്കാൻ, ചോദിക്കാൻ, അവകാശങ്ങൾ ചോദിക്കാൻ അവസരമുള്ളപ്പോൾ, നേർക്കിട്ട് ചോദിക്കാനുള്ള അവസരമുള്ളപ്പോൾ ആ സ്ഥാനം രാജിവെച്ച് പോകുന്നതല്ല. പാർലമെന്റിൽ വിഷയം ഉന്നയിക്കണം. ഇത്ര നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അത് ചോദിക്കണം. ഡീൻ കുര്യാക്കോസ് ചോദിക്കാൻ കഴിയുന്നറിയോ? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിച്ച ശേഷം പോയി കെട്ടിപ്പിടിച്ചത് നമ്മൾ കണ്ടതാ. അപ്പം ആ കെട്ടിപ്പിടിച്ച അദ്ദേഹത്തിന് അനുയായിയായ ഡീൻ കുര്യാക്കോസിന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി എൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കായ തേയിലയേല കൃഷിക്കാരുടെ ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങളുടെ നയം മാറ്റണമെന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്.